guys. Hello guys, Rashmi. Hi, welcome back to my YouTube channel. ഇന്ന് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് ഒരു നീണ്ട കുക്കിംഗ് വ്ലോഗാണ്. സോ ആ കുക്കിംഗ് വ്ലോഗിലോട്ട് നിങ്ങൾക്ക് സ്വാഗതം. ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് ആദ്യമായി ബാസ ഫിലറ്റ്. ഇത് ആരും ചെയ്ത് കാണില്ലായിരിക്കും. ഇത് വെച്ചിട്ട് മീൻ പൊള്ളിച്ചത്. ഇത് വെച്ചിട്ടാണ് നമ്മൾ മീൻ പൊള്ളിക്കാൻ പോകുന്നത്. അതെന്താ നമ്മൾ ഇത് വെച്ച് മീൻ പൊള്ളിക്കുന്നത്? യെസ്, അല്ലാതെ മീൻ ഇല്ലാത്തത് കൊണ്ടല്ല. സോ ഞങ്ങൾക്ക് ഫ്രോസൺ ആയിട്ട് കുറച്ച് ബാസ ഫില്ലറ്റ്സ് ഉണ്ട്. സോ അതും വെച്ചിട്ട് നമുക്ക് മീൻ പൊള്ളിക്കാം. സോ നമുക്ക് ഉണ്ടാക്കാം. എനിക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ അരിഞ്ഞു തരുന്ന തിരക്കിലാണ് ശ്രീലക്ഷ്മി. എന്തൊക്കെയാണ് അരിഞ്ഞിരിക്കുന്നത് സോഫാർ? സോ നമ്മൾ അരിഞ്ഞിരിക്കുന്നത് കുനുകുന അരിഞ്ഞ കുറച്ച് സവോള. ഇവിടുത്തെ സവോള വൈറ്റ് നിറത്തിലായി. ദെൻ കുറച്ച് ടൊമാറ്റോസ്, പിന്നെ നല്ല ചില്ലി ആൻഡ് സം ഗാർലിക്, ജിഞ്ചർ, പിന്നെ കുറച്ച് കരിവേപ്പില, എണ്ണ. ഇത്ര മാത്രം മതി നമ്മുടെ മീൻ പൊള്ളിച്ചതിന്. പിന്നെ നമുക്ക് എന്താണ് വേണ്ടത്? മീനും വേണം, വാഴയിലും വേണം. വാഴയിലല്ല എന്ത് പൊള്ളിച്ചത്. സോ ഗൈസ്, നമുക്ക് ദാണ്ട് ഫിഷ് കിട്ടിയിട്ടുണ്ട്. ബാസ ഫില്ലറ്റിന്റെ ആവശ്യം വന്നില്ല. ഡോണും സൂര്യജിത്തും ഒക്കെ ഇപ്പൊ കടയിൽ പോയിട്ട് നമുക്ക് നല്ല അയല മേടിച്ചിട്ടുണ്ട്. ഇത് അയലക്ക് വന്നിട്ട് 8 അയലക്ക് 8 പൗണ്ട്. സോ നമുക്കിത് ക്ലീൻ ആക്കി നമുക്ക് വറുത്ത് സെറ്റ് ആക്കാം. അങ്ങനെ മീൻ നന്നാക്കുന്ന പ്രോസസ്സിലാണ്. ഇത് ആക്ച്വലി ഓൾമോസ്റ്റ് ക്ലീൻ ആയിട്ടാണ് വരുന്നത്. നമുക്കിന്റെ അകത്തുനിന്ന് കുറച്ച് സാധനം മാറ്റി അത് കഴുകുക. കുറച്ച് ചിറവലൊക്കെ ഉണ്ട്, അത് കിട്ടി കളയുക. അത്രേ ഉള്ളൂ. സോ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ നല്ല അയിലായിരുന്നു. അത് ഞാൻ നല്ല വൃത്തിക്ക് ക്ലീൻ ചെയ്തിട്ടുണ്ട്. കുറച്ച് വാല് വെച്ചിട്ടുണ്ട്. പൊള്ളിക്കുമ്പം അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഇതെല്ലാം എൻ്റെ സ്വന്തം റെസിപ്പി ആയിരിക്കും. ആദ്യമേ നമുക്ക് മീൻ വറുക്കണം പൊള്ളിക്കുന്നതിന് വേണ്ടിയിട്ട്. ഒത്തിരി ഡീപ് ഫ്രൈ ആവണ്ട, ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടുന്ന ആ ഒരു ഇതില്. സോ അതിനായിട്ട് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഞാൻ വെള്ളം അധികം ഒഴിക്കാറില്ല. സോ എണ്ണ ഒഴിച്ചു. ഒരു 1.25 സ്പൂൺ മുളക് പൊടി ഇട്ടു. ആൻഡ് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാൻ പോകുന്നുണ്ട്. യെസ്, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു. പിന്നെ ഇതൊക്കെ ഓപ്ഷണലാണ്. ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. കുറച്ച് ഫിഷ് മസാല, എന്നിട്ട് കുറച്ച് കുരുമുളക് പൊടി. സിമ്പിളായിട്ട് വെച്ചേക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് കുഴയ്ക്കുക. യെസ്. ഒയ്യോ, ഉപ്പിട്ടില്ല. ഉപ്പ് എന്തേ? സോ ഉപ്പിടുന്നു നമ്മൾ. ആവശ്യത്തിനുള്ളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. എനിക്ക് ഒരിക്കലും ഞാനിങ്ങനെ സ്പൂൺ കണക്കിനൊന്നും ഇടാറില്ല. എല്ലാം കൈക്കണക്കാണ്. അത് ഞാനിങ്ങനെ തൊട്ടുമുട്ടി നോക്കും. അന്നേരം ഉപ്പ് കറക്റ്റ് ആണെന്ന് തോന്നുന്നു. വേണമെങ്കിൽ ഇത്തിരി ഇട്ടേക്കാം, മീൻ വറുക്കുമ്പോഴല്ലേ. കരിവേപ്പില, കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫിഷ് നന്നായിട്ട് വറുത്തെടുക്കാം. നന്നായിട്ട് കേട്ടോ. നല്ല മുഴുക്കായാലുണ്ട്. ഫോണിലോട്ട് പൊട്ടിത്തെറിക്കുന്നു. 4 വെക്കാവും. നോക്ക്, 4 വറുക്കാമെങ്കിൽ നമ്മൾ 2 പ്രാവശ്യം വെച്ചാൽ മതി. അത് 4 വെക്കാം. വാല് പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. 7 ഉള്ളൂ. അടപ്പിട്ടത് അല്ല, തുറന്നു വെച്ചത്. ഈ മസാല ഉണ്ടാക്കും. അതാവട്ടെ. കടുക് പൊട്ടിക്കാൻ കടുകില്ല. എണ്ണ ഒഴിക്കാം. കൊടുക്കാം. നമ്മുടെ തക്കാളി ഇട്ട് കൊടുക്കാം. കുറച്ച് 2 തക്കാളി ഇട്ടിട്ടുണ്ട്. ഇത്
ഒരു പുളിയുടെ ആ ഒരു ടേസ്റ്റ് വരണമല്ലോ. അപ്പോൾ തക്കാളി ഇട്ടുണ്ട്, വേണമെങ്കിൽ കുറച്ച് പുളി ഇച്ചിരി പുളി ഇടാൻ മറന്നുപോയി. സോ ഞാൻ മിക്സിക്കകത്തിരിക്കുന്ന കാര്യം ഇപ്പോഴാണ് ഓർത്തത്. സാരമില്ല, നമുക്ക് ഇപ്പോഴാണ് വരുന്നത്. നമ്മൾ ആക്ച്വലി 2 തക്കാളി ഇട്ടു, എന്നിട്ടും ആ ഒരു പുളിയുടെ ആ ഒരു ഇത് വരുന്നില്ല. അപ്പം ഞാൻ കുറച്ച് പുളി പിഴിഞ്ഞ് ഒഴിക്കുകയാണ്. പിഴുപുളിയാണ് എടുത്തേക്കുന്നത്. മതിയായിരിക്കല്ലേ? നമ്മുടെ ശ്രീലക്ഷ്മി ഇല വാട്ടുവാണ്. ഒരു സൈഡ് വാടി, അടുത്ത സൈഡ് നമ്മൾ ഭയങ്കര തളിരല്ലേ, അതുകൊണ്ട് പിടിക്കാൻ കിട്ടത്തില്ല. ഏറ്റവും എൻ്റെ അയില പൊള്ളിച്ചത് റെഡി ആയിരിക്കുകയാണ്. ഇനി ടേസ്റ്റിംഗ് സെക്ഷൻ ആയിരിക്കും നിങ്ങൾ കാണാൻ പോകുന്നത്. വെറും സിമ്പിൾ, കുറച്ച് ചോറ്, കുറച്ച് അയില പൊള്ളിച്ചത്, ദാറ്റ്സ് ഇറ്റ്.